ദ ജേർണലിസ്റ്റിലേക്ക് ആഞ്ഞൊരു അധോവായു വിട്ടാൽ അതിൻ്റെ കൂടെ ജീവനും കൂടി പോകുന്ന പരട്ട കിളവൻ എന്നാണ് ടി ജി മോഹൻദാസിനെ ഒരു ഫേസ്ബുക്ക് കമൻറ്റിൽ വിശേഷിപ്പിച്ച് കണ്ടത്. ടി ജി മോഹൻദാസിനെ അങ്ങനെ അധിക്ഷേപിക്കാനോ അല്ലെങ്കിൽ വിശേഷിപ്പിക്കാനോ അല്ലെങ്കിൽ എൻ്റെ മരിച്ചുപോയ അച്ചാച്ചൻ്റെ പ്രായമുള്ള ആ മനുഷ്യൻ്റെ പ്രായത്തെ ബഹുമാനിക്കാതിരിക്കാനോ എൻ്റെ സംസ്കാരം എന്നെ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത്തരം പദപ്രയോഗങ്ങളിലേക്കൊന്നും പോകുന്നുമില്ല. പക്ഷേ ആ വിഷയത്തെക്കുറിച്ച് ചിലത് സംസാരിക്കാനുണ്ട്, കൃത്യമായി തന്നെ ചില കാര്യങ്ങൾ പറയാനുമുണ്ട്. ആദ്യമേ പറയട്ടെ, ഒരു കേസ് വന്നതോടെ ടി ജി മോഹൻദാസ് പേടിച്ചു മെഴുകി സംഘപരിവാർ അനുഭാവമുള്ള പല ഓൺലൈൻ ചാനലുകളുടെയും തിണ്ണ നിരങ്ങി തൻ്റെ ഭാഗം ന്യായീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. പുറത്തിറങ്ങി വിദ്യാഭ്യാസമുള്ള പെൺകുട്ടികളുടെ മുന്നിൽപ്പെട്ടാൽ കരണക്കുറ്റി അടിച്ച് പൊളിക്കപ്പെടുമെന്ന പേടിയുള്ളത് കൊണ്ടായിരിക്കും വല്ലാതെ കഷ്ടപ്പെട്ട് ടി ജി അണ്ണൻ മെഴുകിക്കൊണ്ടിരിക്കുന്നത്. അറുവഷളൻ പ്രയോഗം എന്നതിൽ കുറഞ്ഞതൊന്നും ടി ജി ആശാന്റെ വാക്കുകളെ വിശേഷിപ്പിക്കാൻ കഴിയില്ല. വഴിയിലൂടെ നടന്നു പോകുന്ന മകളുടെ പ്രായമുള്ള കൊച്ചു പെൺകുട്ടികളെ കണ്ടാലും കുടുംബത്തുള്ള പലരെ കണ്ടാലും കാമവെറിയോടുകൂടി ബലാത്സംഗം ഇഷ്ടപ്പെട്ട പെണ്ണാണ് എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്ന് താടിക്കിട്ട് തട്ടുമേടിക്കുകയോ ഈ വയോധികനെന്ന് എനിക്ക് ആശങ്കയുണ്ട്. കാരണം അത്രയും മോശമായ രീതിയിൽ, അത്രയും വൃത്തികെട്ട രീതിയിലാണ് ഇയാൾ പെരുമാറിയത്. അതുപോലെ തന്നെ പറഞ്ഞാൽ അനുസരിക്കാത്ത ജനങ്ങളെ ഈ ജനാധിപത്യ രാജ്യത്ത് ഇന്നല്ലെങ്കിൽ നാളെ വെടിവെച്ച് തള്ളി ശവങ്ങൾ പെറുക്കിക്കൊണ്ടു പോകുന്ന കാലം വരും എന്ന മണ്ടൻ സ്വപ്നവും വികലമായ ക്രൂരമായ ചിന്താഗതിയും ഇയാൾ പങ്കുവച്ചിട്ടുണ്ട്. ആ ബൈറ്റ് ഒന്ന് കണ്ടിട്ട് നമുക്ക് വരാം. 3 തവണ ആവശ്യപ്പെടും, പിന്നെ വെടിവെക്കും. ആളുകൾ ചെതറിയോടും. കുറെ പേര് മരിക്കും, കുറെ പേര് മരിക്കില്ല, കുറെ പേർക്ക് അംഗഭംഗം സംഭവിക്കും. എന്തായാലും സ്ത്രീകളെ അത്രയധികം ആക്ഷേപിച്ചുകൊണ്ടുള്ള അമ്മമാരെ, പെങ്ങന്മാരെ, കൊച്ചു മക്കളെ ഒക്കെ, പെൺകുട്ടികളെ മുഴുവനായി അടച്ചാക്ഷേപിക്കുന്ന വിധത്തിലുള്ള ആ ടി ജി അണ്ണൻ്റെ പ്രസംഗം കണ്ടിട്ട് വരാം. ജാൻമണിയുമായി ഒന്നിച്ച കഥ അതിനുശേഷം പറയാം. ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന ടീമാണ് ഈ വഴലൂർ ദേവസ്വം കളിയാണ് അവിടെ നടക്കുന്നത് മുഴുവൻ. ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന സ്ത്രീകളുണ്ടല്ലോ, പെൺകുട്ടികളുണ്ട്. അപ്പോൾ ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, പ്രത്യേകിച്ചും ഇടതുപക്ഷ, മതനിരപേക്ഷ, ജനാധിപത്യ, വർഗ, ബഹുജന, ഡിമാല, ഗുണ്ടി, ഗുണ്ടന്മാരൊക്കെ ഈ പരിപാടി, മേൽപ്പറഞ്ഞ പരിപാടികളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ്. ഒന്നും ആവാൻ പറ്റാതെ പോയതിന്റെ ഫ്രസ്ട്രേഷൻ, അത് തീർക്കാനുള്ള മലർന്നു കിടന്നോടുള്ള തുപ്പലുണ്ടല്ലോ, അത് നിന്റെ കുഴപ്പമല്ല. പൈതൃകം എന്നൊരു സാധനമുണ്ട്, അതിന്റെ മിസ്റ്റേക്കാ. അതുകൊണ്ട് ബലാത്സംഗ പരാതി നോക്കുക, ഒരു വഷളൻ കിളവൻ, അയാൾക്ക് ഭയങ്കരമായ കാമാസക്തിയും കാമവെറിയുമാണ്. പക്ഷെ കയ്യിലിരിപ്പ് കൊണ്ടോ പ്രായാധിക്യം കൊണ്ടോ ഇയാൾ ഉദ്ദേശിച്ചതുപോലെ ഒരു കളിയും നടക്കുന്നില്ല. അപ്പോൾ പിന്നെ വഴിയെ പോകുന്ന പെൺകുട്ടികളെ മുഴുവൻ ബലാത്സംഗം ഇഷ്ടപ്പെടുന്നവരാ എന്ന് പറഞ്ഞ് കയറി പിടിക്കാനോ അല്ലെങ്കിൽ ആ രീതിയിൽ കാണാനോ ഉള്ള ഒരു വിഫലമായ ശ്രമം എന്ന് വേണം ഇതിനെ പറയാൻ. ഞരമ്പ് രോഗമാണ്, ഞരമ്പ് രോഗം. ഞരമ്പൊന്ന് പിണച്ചു വിട്ടാൽ ആ പ്രശ്നം അങ്ങ് മാറുമെന്നാണ് കരുതുന്നത്. ഇതിനുശേഷം പറയുകയാണ്, സമരം ചെയ്ത കുട്ടികളെ വെടിവെച്ചു കൊല്ലണം, അവരെന്തൊരു ശവങ്ങൾ പെറുക്കിക്കൊണ്ടുപോകണം. ഞാനായിരുന്നെങ്കിൽ അത് ചെയ്തേനെന്ന്. അദ്ദേഹം അങ്ങനെയൊക്കെ ചിന്തിക്കുകയായിരുന്നെങ്കിൽ ഇതിനു മുമ്പേ ഈ ഭൂമിയിൽ നിന്ന് ഉടലോടെ മേലേക്ക് പോയേനെ എന്നാണ് എനിക്ക് എളിമയായ ഭാഷയിൽ, താഴ്മയായ ഭാഷയിൽ പറയാനുള്ളത്. അപ്പോൾ അടച്ചിട്ട മുറിയിലിരുന്ന് ഇങ്ങനെ ഗീർവാണം അടിക്കാൻ ഏത് പൊട്ടനും പറ്റും. പക്ഷേ തെരുവിലിറങ്ങി സമരം ചെയ്യാനും ആ നിലയിൽ നിലപാടിൽ അധിഷ്ഠിതമായി മുന്നോട്ട് പോകാനും ഒക്കെ കുറച്ച് ഗട്ട്സ് വേണം. ഇതൊരു കേസ് വരുമ്പോഴത്തേനും ഓൺലൈൻ ചാനലുകളുടെ തിണ്ണ നിരങ്ങി കരഞ്ഞു മെഴുകി നിക്കറിൽ കാര്യം സാധിക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ വിശദീകരിച്ച് പണ്ടാറമടങ്ങുന്ന ടി ജി ആശാനൊന്നും അതിനുള്ള ഗട്ട്സ് ഉണ്ടെന്ന് ആരും വിശ്വസിക്കുന്നില്ല. ആ പറയുന്നൊന്ന് നോക്കുക. പിന്നെ വെടിവെക്കും. ആളുകൾ ചെതറിയോടും. കുറെ പേര് മരിക്കും, കുറെ പേര് മരിക്കില്ല, കുറെ പേർക്ക് അംഗഭംഗം സംഭവിക്കും. താൻ പറിക്കും. ട്രോൾ വീഡിയോ ആണ് കേട്ടോ. എന്തായാലും ഇത് ജാൻമണിയുടെ അതേ അസുഖമാണ്. ഞാൻ അതിലേക്കാണ് വരുന്നത്. ഇപ്പോൾ പലരും പറയുന്നു ടി ജി മോഹൻദാസിനെ വിമർശിക്കുന്ന ആരും ജാൻമണിയെ വിമർശിച്ച് കണ്ടില്ലെന്ന്. രണ്ടും ഒന്ന് തന്നെയാണെന്നേ, രണ്ടും സെയിം ടു സെയിം, ഒരേ മാനസികാവസ്ഥ. ഈ പറയുന്ന ജാൻമണി പറഞ്ഞത് എന്താണ്? അത് സ്ത്രീത്വത്തെ അവഹേളിക്കുന്ന വിധത്തിൽ അത്യന്തം ഗുരുതരമായ രീതിയിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ മാതാവിനെ അവഹേളിക്കുന്ന വിധത്തിലുള്ള പ്രസ്താവനയാണ് ജാൻമണി നടത്തിയത്. അതുമാത്രമല്ല, ആ കേസിൽ തന്നെ കലാപാഹ്വാനമടക്കമുള്ള പല രീതിയിലുള്ള വകുപ്പുകളും ചേർക്കാൻ കഴിയും. അതേ രീതിയിലുള്ള ക്രൈമാണ് ഇവിടെ ടി ജി മോഹൻദാസും ചെയ്തു. രണ്ടാളും നിയമത്തിന് മുന്നിൽ അങ്ങനെ വെറുതെ വിട്ടുകളയാൻ കഴിയുന്ന ആളുകളല്ല. ഇപ്പോൾ നമ്മുടെ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയോട് രാഷ്ട്രീയപരമായ വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉന്നയിക്കാം. അദ്ദേഹത്തിൻ്റെ ഭരണപരമായ കഴിവുകേടുകൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാം, അതിലൊരു തെറ്റുമില്ല.
പക്ഷേ ഇവിടെ പ്രധാനമന്ത്രിയെ വ്യക്തിപരമായി അദ്ദേഹത്തിൻ്റെ പിതൃത്വത്തെ സംശയിക്കുന്ന രീതിയിൽ, മാതാവിനെ അവഹേളിക്കുന്ന വിധത്തിൽ അതീവ ഗുരുതരമായ പരാമർശമാണ് ജാൻമണി നടത്തിയത്. ആ ജാൻമണിയും TG മോഹൻദാസും ഒരേ തൂവൽ പക്ഷികളാണ്, ഒന്നിച്ച് തന്നെയാണ്. രണ്ടിൻ്റെയും വെടി തീർന്നിരിക്കുന്നു. ഈ രണ്ടെണ്ണത്തിൻ്റെയും വെടി തീർന്നു. കാരണം TG മോഹൻദാസ് RSSകാരനാണെന്ന രീതിയിലാണ് അറിയപ്പെടുന്നത്. RSSൻ്റെ സൈദ്ധാന്തികർ എന്ന പദവിയൊന്നുമില്ല. കുറേ മാധ്യമങ്ങൾ എന്തോ പിച്ചും പെയ്യും പറയുന്നത് സൈദ്ധാന്തിക വർത്താനമാണെന്ന രീതിയിൽ അങ്ങ് ചാർത്തി കൊടുത്ത സാധനമാണ്. പക്ഷേ RSS ഇങ്ങനെ കൈവിട്ടു. RSSൻ്റെ നിലപാടല്ല എന്ന് തീർത്തു പറഞ്ഞു. RSSൻ്റെ തലവനായിട്ടുള്ള മോഹൻ ഭാഗവത്, സർസംഘചാലക് പോലും ഈ സമരത്തിൽ ഉന്നയിക്കപ്പെടുന്ന വിഷയം പരിഹരിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോഴാണ് ഇവിടെ ഒരുത്തൻ വെടിവെച്ച് കൊല്ലണം, ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന പെണ്ണുങ്ങൾ, അറുവഷളൻ, അത്രയും മോശമായ ഒരു മനുഷ്യനെന്ന് പോലും വിളിക്കാൻ കഴിയുമെന്നുള്ള സംശയമാണ്. അത്രയും മോശമായ ഭാഷയിൽ സംസാരിക്കുന്നത്. എന്നിട്ട് കേസ് വന്നപ്പോഴത്തേക്കും ചാനലുകൾ മുഴുവൻ, സംഘപരിവാർ അനുകൂല ചാനലുകൾ കടന്ന് മെഴുകുകയാണ്. ഞാൻ കുറ്റം ചെയ്തിട്ടില്ല, ഞാൻ എൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും പേടിച്ച ആലില പോലെ വിറച്ച് ശബ്ദം പോലും മര്യാദയ്ക്ക് പുറത്തു വരാത്ത രീതിയിലാണ് കക്ഷി പിച്ചുമേയി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് ജാൻമണിയുടെ അവസ്ഥ. ജാൻമണിയും ആവശ്യമില്ലാതെ വൃത്തികേടുകൾ വിളിച്ചു പറഞ്ഞ് ഈ സമൂഹത്തിൻ്റെ മുഴുവൻ എതിർപ്പ് വാങ്ങിക്കൂട്ടി, കേസുകൾ വാങ്ങിക്കൂട്ടി, അവസാനം ഫോൺ ഓഫ് ചെയ്ത് വാട്സപ്പും ബ്ലോക്ക് ചെയ്ത് എല്ലാം ഒഴിവാക്കി എവിടെയോ പോയിരിക്കുകയാണ്. ജാൻമണി പിന്നെ ഇദ്ദേഹത്തെ പോലെ മെയിൻ സ്ട്രീമിലേക്ക് വന്ന് മെഴുകുന്നില്ല, പക്ഷേ എവിടേക്കോ ഇരുന്ന് മെഴുകുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചന. അപ്പം ഇത് രണ്ടും ഒരുപോലുള്ള ഒന്നിച്ചുള്ള വിക്രിയകളാണ്, മാനസികമായിട്ടുള്ള വിക്രിയകളാണ്. അപ്പോൾ ഇതിന് ശിക്ഷ കൊടുക്കുമ്പോഴും ഒന്നിച്ച് തന്നെ കൊടുക്കണം. എന്തായാലും ഈ ചെയ്ത് കൂട്ടിയത് രണ്ടും രണ്ട് തലത്തിലാണ് ചെയ്തതെങ്കിലും ഒരേ നിലവാരത്തിലുള്ള കാര്യങ്ങളാണ് TG മോഹൻദാസും ജാൻമണിയും ചെയ്തത് എന്നുള്ളത് കൊണ്ട് തന്നെ രണ്ടിനിട്ടും കിട്ടുന്ന പണി ഒരുപോലെ തന്നെ ആയിരിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും വെടിതീർന്ന അവസ്ഥയിലേക്ക് മോഹൻദാസ് ജി പോയിട്ടുണ്ട്. RSS തള്ളിപ്പറഞ്ഞു എന്ന് മാത്രമല്ല, സംഘപരിവാർ ഗ്രൂപ്പുകളും കൈവിട്ടു. ചില ചാനലുകൾ, അദ്ദേഹത്തെ വെച്ച് ഉപജീവനം നടത്തിക്കൊണ്ടിരിക്കുന്ന ചില ചാനലുകൾ മാത്രമാണ് അദ്ദേഹത്തിന് മെഴുകാനുള്ള സ്പേസ് കൊടുത്തത്. നമുക്ക് കണ്ടാൽ അറിയാം, ആ വീഡിയോയിൽ മുഴുവൻ വിശദീകരണങ്ങളാണ്. ഞാനൊരു വലിയ ക്രൈമൊന്നും ചെയ്തിട്ടില്ല എന്ന മട്ടിൽ ഈ പറഞ്ഞ വാക്കുകളെ ലഘൂകരിക്കുന്ന വിധത്തിലുള്ള ചില ന്യായീകരണ വാദങ്ങൾ ചമയ്ക്കുകയാണ്. പക്ഷെ അതുകൊണ്ടൊന്നും ജനങ്ങളുടെ മനസ്സിലുണ്ടായ ആ ഒരു ദേഷ്യം, അല്ലെങ്കിൽ TG മോഹൻദാസിനോടും ജാൻമണിയോടും ഒക്കെ ഉണ്ടായിട്ടുള്ള ദേഷ്യം മാറില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു വ്യക്തിയുടെ ഐഡൻറ്റിറ്റി അത് രൂപത്തിലോ ഭാവത്തിലോ ഒന്നുമല്ല, അത് ഈ പ്രകടിപ്പിക്കുന്ന ആശയങ്ങളിൽ തന്നെയാണ്. അപ്പോൾ ജനങ്ങൾ സമരം ചെയ്യുന്ന ആ സമരത്തെ നോക്കിയിട്ട് ഇവർ ചെയ്യുന്നത് ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന പെൺകുട്ടികളാണ്, വെടിവെപ്പാണ്, അവിടെ ബലാത്സംഗമാണ് നടക്കുന്നത് എന്ന രീതിയിൽ പറയുന്നത്, വെടിവെച്ച് കൊല്ലുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ ജാൻമണി പറയുന്നു നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രിയുടെ മാതാവിനെ പോലും അധിക്ഷേപിക്കുന്ന വിധത്തിൽ, പിതാവിനെ പോലും അധിക്ഷേപിക്കുന്ന വിധത്തിൽ, പിതൃത്വത്തെ പോലും അധിക്ഷേപിക്കുന്ന വിധത്തിൽ അതിക്രൂരമായ രീതിയിലുള്ള, നിശിതമായ രീതിയിലുള്ള, അത്യന്തം ശിക്ഷാർഹമായിട്ടുള്ള ഒരു കാര്യമാണ് ജാൻമണിയും ചെയ്തത്. അപ്പോൾ രണ്ടെണ്ണവും അനുഭവിക്കുക തന്നെ വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്തരം കാര്യങ്ങളെ ആരായാലും പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. RSS ചെയ്തത് ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാടാണ്, അതിനെ അഭിനന്ദിക്കാതെ വയ്യ. പക്ഷേ ഇപ്പോഴും കുറേ സൈബർ സംഘികൾ ഈ പറയുന്ന TG മോഹൻദാസിൻ്റെ കാല് നക്കി വെള്ളം കുടിക്കാനായിട്ട് ഞങ്ങളുടെ ആചാര്യനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അന്ധമായ സ്ത്രീ വിരോധവും മനുഷ്യത്വ വിരുദ്ധതയും പ്രകടിപ്പിച്ച് ഇദ്ദേഹം പറഞ്ഞത് മുഴുവൻ ശരിയാണ്, അവിടെ സമരം ചെയ്യുന്ന പെണ്ണുങ്ങളൊക്കെ അത്തരക്കാരാണ് എന്ന മട്ടിലൊക്കെ നടക്കുന്നുണ്ട്.